ഹലോ എവരിവൺ. ബിഫോർ ദ സൺസെറ്റിൻ്റെ വിയറ്റ്നാം കാഴ്ചകൾ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹാനോയിലെ ബാദിൻ സ്ക്വയർ ആണ്. ഹാനോയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ് ബാദിൻ സ്ക്വയർ. ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോച്ചിമിൻ മൗസോളിയം തന്നെയാണ്, ഹോച്ചിമിൻ്റെ ശവകുടീരം. പിന്നെ ഇവിടെ പ്രസിഡൻഷ്യൽ പാലസ് ഉണ്ട്, അതിനടുത്തായി പാർലമെൻറ്റ് മന്ദിരമുണ്ട്, അതുപോലെ അങ്കിൾ ഹോയുടെ സ്റ്റിൽട്ട് ഹൗസ് ഉണ്ട്, വൺ പില്ലർ പഗോഡയുണ്ട്. ആദ്യം നാം വിസിറ്റ് ചെയ്യുന്നത് ഹോച്ചിമിൻ മൗസോളിയം തന്നെയാണ്, വിയറ്റ്നാമിലെ ആരാധ്യനായ പ്രസിഡന്റ് ഹോച്ചിമിൻ്റെ ശവകുടീരം. വിയറ്റ്നാമിൻ്റെ ചരിത്രഗതി രൂപപ്പെടുത്താൻ നിർണായകമായ പങ്കുവഹിച്ച രാഷ്ട്ര നേതാവാണ് ഹോച്ചിമിൻ. തൻ്റെ അചഞ്ചലമായ ചൈതന്യവും നിശ്ചയദാർഢ്യവും കൊണ്ട് വിദേശ കൊളോണിയൻ ശക്തികൾക്കെതിരെ, പ്രത്യേകിച്ച് ഫ്രഞ്ചുകാർക്കും പിന്നീട് അമേരിക്കക്കാർക്കുമെതിരായ വിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി വിയറ്റ്നാമിൻ്റെ വിമോചനത്തിന് വഴിയൊരുക്കിയ, വിയറ്റ്നാമീസ് ജനതയെ സ്വാതന്ത്ര്യത്തിലേക്കും സ്വയം നിർണയത്തിലേക്കും നയിച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് ഹോച്ചിമിൻ. അദ്ദേഹത്തിൻ്റെ മൃതശരീരം പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഹോച്ചിമിൻ മൗസോളിയം. മോർണിംഗിൽ മാത്രമേ ഹോച്ചിമിൻ്റെ ബോഡി നമ്മൾ പ്രദർശിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ യാത്ര ഈ മൗസോളിയത്തിലേക്ക് തന്നെയാണ്. ഇത് ഹോച്ചിമിൻ്റെ മൗസോളിയത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് പാടില്ല, ബാഗ് പാടില്ല. ആദ്യം തന്നെ ഇവിടെ ഒരു നല്ല വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, നല്ല മനോഹരമായ ഫൗണ്ടൻ. ഇവിടെ കുറേ നിബന്ധനകളാണ്, പ്ലാസ്റ്റിക് ഒന്നും പാടില്ല എന്നൊക്കെ ഉള്ളത്. എന്നാലും വളരെ അച്ചടക്കത്തോടെ, ശാന്തതയോടെ, ആരാധനയോടെയാണ് സന്ദർശകരെല്ലാവരും സന്ദർശിക്കുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കും എന്തോ പ്രൗഢഗംഭീരമായ ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ശരിക്കും മൗസോളിയത്തിലും പരിസരത്തും ഒക്കെ ഈ ആംഡ് ഫോഴ്സ് നിലയുറപ്പിച്ചിരുന്നതിനാൽ ഫോട്ടോ വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. എങ്കിലും ആ കാഴ്ച, ആ ഡെഡ് ബോഡി, ആ ബോഡി വെച്ചിരിക്കുന്ന ആ കാഴ്ച മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഒരു സ്ക്വയർ റൂമിൻ്റെ ഉള്ളിൽ ഈ ആരാധന ഹോച്ചിമിന്നിൻ്റെ പ്രിസർവ് ചെയ്ത ഭൗതിക ശരീരം, അതുപോലെ മുകളിലും താഴെയൊക്കെ ആയിട്ട് നാല് വശത്തും ആംഡ് ഫോഴ്സ് എത്ര ആദരവോടെ, എത്ര തീഷ്ണതയോടെ, എത്ര കെയർഫുള്ളായിട്ട് അനങ്ങാതെ നിൽക്കുന്ന പട്ടാളക്കാർ. നിങ്ങളിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ നിവർത്തിയില്ലല്ലോ, ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നതുകൊണ്ട്. ഇത് ഇന്ന് ഹനോയുടെ ചരിത്രത്തിലെ, ചരിത്രപരം മാത്രമല്ല സാംസ്കാരികമായിട്ടും ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇവിടെ ആഭ്യന്തരവും അന്തർദേശീയവുമായ തലത്തിൽ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണിത്. ഈ സ്ക്വയറിൻ്റെ വടക്ക് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസാണ്. തെക്ക് അതേപോലെ തന്നെ വിദേശ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനമാണ്. പടിഞ്ഞാറ് ഹോച്ചിമിൻ മൗസോളിയം ആണ്. കിഴക്ക് ബാദിൻ ഹാളും ആണ്. ഈ ബാദിൻ സ്ക്വയറിൽ പ്രസിഡന്റ് ഹോച്ചിമിൻ റാലികൾക്കൊക്കെ അധ്യക്ഷത വഹിച്ചിരുന്നു. ഈ സ്ക്വയറിൽ പ്രസിഡൻസ് ഹൗസ്, അതിനടുത്തായി മൗസോളിയം, ഹോച്ചിമിൻസ് മൗസോളിയം, നേരെ ഓപ്പോസിറ്റായിട്ട് പാർലമെൻറ്റ് മന്ദിരം. ഈ പാർലമെൻറ്റിന് മുമ്പിലും അതേപോലെ ഹോച്ചിമിൻ മൗസോളിയത്തിൻ്റെ മുമ്പിലൊക്കെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു. എപ്പോഴും ഇവിടെ സന്ദർശകരുടെ തിരക്കാണ്, ഒത്തിരി സന്ദർശകർ സ്ഥിരം ലൈൻ അത് പോകുന്നതൊക്കെ എത്ര അച്ചടക്കത്തോടെ, എത്ര ശാന്തതയോടെയാണെന്നോ. ഇതാണ് പ്രസിഡൻഷ്യൽ പാലസ്. For the colonial government. So they worked there. Okay, and then after 1983, when we defeat France in Battlefield, then we for first years and then occupied this building and it become
own building. Just complete the building. They own it. പ്രസിഡന്റ് ഹൊച്ചിമിൻ താമസിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു മന്ദിരമാണിത്. ഇത് ഫ്രഞ്ചുകാർ നിർമ്മിച്ചതാണ്. ഇവിടെയാണ് പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ് എല്ലാം നടന്നിരുന്നത്. ഇതിനടുത്താണ് ഹൊച്ചിമിൻ്റെ ഓഫീസ്. ഇവിടെ നമുക്ക് ഹൊച്ചിമിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ, വാഹനം അടക്കമുള്ള സാധന സാമഗ്രികളെക്കുറിച്ചും ഒക്കെ, അതേപോലെ തന്നെ വിയറ്റ്നാമീസ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കും. ഈ റോഡ് മാംഗോ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിന് ഇരുപുറവും മാംഗോ ട്രീസ് ആണ്. ഇവിടെയാണ് ഹൊച്ചിമിൻ വാക്കിങ്ങിനൊക്കെ പോയിരുന്നത്. ഇതന്നെ വളരെ വിചിത്രമായി തോന്നിയ ഒരു കാഴ്ചയാണ്. ഈ മരത്തിൻ്റെ വേരുകൾ മുകളിലേക്ക് വളരുന്നതിന് ബ്രീത്തിങ് റൂട്ട്സ് എന്നാണ് പറയുക. ഇവിടെ കൈകൊട്ടിയാൽ മീനുകൾ വരും എന്നാണ് പറയുന്നത്. വാസ്തവമാണ് കേട്ടോ, ഞങ്ങൾ അനുഭവിച്ചതുമാണ്. പ്രസിഡൻഷ്യൽ പാലസിൽ താമസിക്കാമായിരുന്നിട്ടും തൻ്റെ ജനങ്ങൾ ഭവനരഹിതരും പട്ടിണിയിലും ആയിരുന്നതിനാൽ ഹൊച്ചിമിൻ 1954 മുതൽ ഇതേപോലെ ഉള്ളൊരു സ്റ്റിൽറ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. വിയറ്റ്നാമീസിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള ഒന്നാണ്. ഹനോയിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിലും ഹൊച്ചിമിനെ പോലെ തന്നെ ഇതും എളിമയും ലാളിത്യവും ഉള്ളതാണ്. 2 നിലകളുണ്ടെങ്കിൽ ഇതൊരു ചെറിയ കെട്ടിടമാണ്. ഇതിൻ്റെ 1ാം നിലയിൽ സ്റ്റെയർ കേസും തൂണുകളും മാത്രം. ചുവരോ മുറികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുകളിൽ മീറ്റിംഗ് നടത്തിയിരിക്കുന്ന സ്വീകരണ മുറി. അവിടെ കിടപ്പുമുറിയും വർക്ക് റൂമും ബുക്ക് ഷെൽഫ് കൊണ്ടാണ് വിഭജിച്ചിരുന്നത്. ഹൊച്ചിമിൻ എന്ന ആരാധ്യനായ നേതാവിൻ്റെ ശ്രേഷ്ഠതയോടൊപ്പം ലാളിത്യവും എളിമയും കൂടി മനസ്സിൽ വഹിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക്. ഇനി അടുത്ത വീഡിയോയിൽ ബൈ.